ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ അബ്കാരി ആക്ട് എന്ന് പറയുന്ന അടുത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് അബ്കാരി ആക്ട്? അബ്കാരി ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അബ്കാരി ആക്ട് എന്ന് പറയുമ്പോൾ അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. നമ്മുടെ NDPS ആക്ട് പഠിച്ചതുപോലെ അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, അബ്കാരി ആക്ട് പാസ്സാക്കിയ വർഷം. എന്നാണ് അബ്കാരി ആക്ട് പാസ്സാക്കിയത്? എന്നാണ്? ഒന്ന് വായിച്ചവരൊന്ന് നോക്കിയിട്ട് പറയുക. എന്നാണ് അബ്കാരി ആക്ട് പാസ്സാക്കിയത്? ഓഗസ്റ്റ് 5 അബ്കാരി ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ എന്നാണ് അബ്കാരി ആക്ട് പാസ്സാക്കിയത്? 1902 ഓഗസ്റ്റ് 5 അബ്കാരി ആക്ട് പാസ്സാക്കിയത്. ഒന്നുകൂടി, അബ്കാരി ആക്ട് പാസ്സാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5 കൊല്ലവർഷം 1077 പാസ്സാക്കിയതിനാൽ ഈ നിയമം എന്തെന്നറിയപ്പെടുന്നു? അബ്കാരി ആക്ട് 1077 എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ കൊല്ലവർഷം 1077 പാസ്സാക്കിയത് കൊണ്ട് എന്തെന്നറിയപ്പെടുന്നു? അബ്കാരി ആക്ട് 1077 എന്ന് അറിയപ്പെടുന്നു. കൊച്ചി മഹാരാജാവാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൊല്ലവർഷം 1077 എന്ത് ചെയ്യുന്നത്? നമ്മുടെ അബ്കാരി ആക്ട് പാസ്സാക്കിയത്. അതുകൊണ്ടാണ് എന്ത് അബ്കാരി ആക്ട് 1077 എന്ന് അറിയപ്പെടുന്നത്. പിന്നെന്താണ് പറഞ്ഞത്? കൊച്ചി മഹാരാജാവാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. നിലവിൽ ഈ നിയമം 1967 ആക്ട് 10 പ്രകാരം എന്താണ്? നമ്മുടെ കേരളം മുഴുവനും ഇത് ബാധകമാണ്. അപ്പോൾ എന്താണ് നിലവിൽ ഈ ഒരു നിയമം 1967 ആക്ട് ഏത് ആക്ട് പ്രകാരമാണ്? ആക്ട് 10 പ്രകാരം. ഇത് എവിടെ മുഴുവൻ ബാധകമാണ്? കേരളം മുഴുവൻ ബാധകമാണ്. അപ്പോൾ നിലവിൽ ഈ നിയമം 1967 ആക്ട് 10 പ്രകാരം എന്താണ്? കേരളം മുഴുവൻ ബാധകമാണ്. നമുക്ക് മാക്സിമം പഠിക്കണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഇരിക്കും. അടുത്ത്, അബ്കാരി ആക്ട് 1077 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 1967 ജൂലൈ 29. അപ്പോൾ അബ്കാരി ആക്ട് 1077 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 1967 ജൂലൈ 29. ഒന്നുകൂടി പറയാം, അബ്കാരി ആക്ട് 1077 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 1967 ജൂലൈ 29. നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ളൊരു ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിൻ്റ്, അബ്കാരി ആക്ട് 1077 പ്രതിപാദിക്കുന്ന വിഷയം. എന്ത് വിഷയമാണ് അബ്കാരി ആക്ട് 1077 പ്രതിപാദിക്കുന്നത്? എന്താണ്? മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ കയറ്റുമതി, ഇറക്കുമതി, വിപണനം, നിർമ്മാണം, വ്യാപാരം, അതിൻ്റെ കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളാണെന്ത്? നമ്മുടെ അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അബ്കാരി ആക്ട് 1077 പ്രതിപാദിക്കുന്ന വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ കയറ്റുമതി, ഇറക്കുമതി, വിപണനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളാണെന്തെന്ന് പറയുന്നത് അബ്കാരി ആക്ട് 1077 പ്രതിപാദിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, അബ്കാരി ആക്ടിലെ സെക്ഷനുകൾ. എത്ര സെക്ഷനുകളാണ് അബ്കാരി ആക്ടിലുള്ളത്? എത്രയാണ്? 72 സെക്ഷനുകളാണ് അബ്കാരി ആക്ടിൽ ഉള്ളത്. അപ്പോൾ അബ്കാരി ആക്ടിൽ എത്ര സെക്ഷനുകളുണ്ട്? ടോട്ടൽ 72 സെക്ഷനുകളാണ് അബ്കാരി ആക്ടിൽ ഉള്ളത്. എത്ര സെക്ഷനുകളുണ്ട്? 72 സെക്ഷനുകൾ.
അതിൽ ആദ്യത്തെ ഒരു സബ് ഹെഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജൂറിസ്ഡിക്ഷൻ എന്താണ് അതിൻ്റെ ആ ഒരു പോയിൻ്റ്? അധികാര പരിധി എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അധികാര പരിധി. അതിൽ സെക്ഷൻ 50 കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സെക്ഷൻ 50 അബ്കാരി ആക്ട് പറയുന്നതെന്ന് നോക്കാം. അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷനാണ് ഇത്. സെക്ഷൻ 50 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50 ആണ്. ഒന്നുകൂടി പറയാം. അബ്കാരി ഓഫീസർ നൽകുന്ന ഒരു റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കണം. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 50 പ്രകാരം. ഇത് പറയാൻ കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ 50 പ്രകാരം എന്താണ്? കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം എന്ത് ചെയ്യണം? കൂടുതൽ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കണം. അടുത്ത പോയിന്റ് എന്താണ്? കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഓഫീസർ പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അത് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 50 പറയുന്നത് എന്താണ്? ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം കൂടുതൽ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കണം. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഓഫീസർ പ്രസ്തുത റിപ്പോർട്ട് അത് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 50 മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്താണ്? അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധി, അതാണ് സെക്ഷൻ 50 പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം അന്വേഷണം കൂടുതൽ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കണം. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഓഫീസർ പ്രസ്തുത റിപ്പോർട്ട് അത് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിനെ സമർപ്പിക്കണമെന്നാണ് സെക്ഷൻ 50 പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 50A. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണിത്. നമ്മുടെ സെക്ഷൻ 50 ക്ലോസ് A എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50A ആണ്. ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 50A ആണ്. സെക്ഷൻ 50A പറയുന്നത് പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിന് അബ്കാരി ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മജിസ്ട്രേറ്റ് ആ കേസിന്മേൽ പരിശോധന നടത്തുകയും ആ കേസ് സെക്ഷൻ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് എങ്കിൽ എന്തു ചെയ്യും? ഒന്നുകൂടി, സെഷൻ കോടതിയിലേക്ക് ആ കേസ് സമർപ്പിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിന് അബ്കാരി ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം എന്തു ചെയ്യും? മജിസ്ട്രേറ്റ് ആ കേസിന്മേൽ പരിശോധന നടത്തുകയും ആ കേസ് സെഷൻ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? സെഷൻ കോടതിയിലേക്ക് ആ കേസ് സമർപ്പിക്കുകയും വേണമെന്നാണ് സെക്ഷൻ 50 ക്ലോസ് A പറയുന്നത്. അപ്പോൾ സെക്ഷൻ 50 ക്ലോസ് A പറയുന്നത് എന്താണ്? റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 50A. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 51. മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ ഒരു അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 51.
അപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്ട് സെക്ഷൻ 51. അപ്പോൾ ഒന്നുകൂടി പറയാം, ലാസ്റ്റ് 3 പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 51. സെക്ഷൻ 51 പറയുന്നത് എന്താണ്? സെക്ഷൻ 51 പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിന് പ്രസ്തുത കേസിൽ വിചാരണ നടത്തുവാനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനുമുള്ള അധികാരം ഉണ്ട്. ഇപ്പോൾ സെക്ഷൻ 51 പ്രകാരം എന്താണ്? ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? മജിസ്ട്രേറ്റിന് പ്രസ്തുത കേസിൽ വിചാരണ നടത്തുവാനും പ്രതിക്ക് ജാമ്യം അനുവദിക്കുവാനുമുള്ള അധികാരം ഉണ്ട് എന്നാണ് സെക്ഷൻ 51 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 51 നമ്മൾ പറഞ്ഞത് എന്താണ്? മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാനുള്ള അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണിത്, സെക്ഷൻ 51 എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ സെക്ഷൻ 51 കുറച്ച് പോയിന്റ് ഉണ്ട്. എന്താണ്? സെക്ഷൻ 51 പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ്. പിന്നെന്താണ്? മജിസ്ട്രേറ്റിന് പ്രസ്തുത കേസിൽ വിചാരണ നടത്തുവാനും പ്രതിക്ക് ജാമ്യം അനുവദിക്കുവാനുമുള്ള അധികാരമുണ്ട്. നമ്മൾ ആ പോയിന്റ് അനുസരിച്ച് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാണ്. അപ്പോൾ സെക്ഷൻ 51 പ്രകാരം എന്താണ്? ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? മജിസ്ട്രേറ്റിന് പ്രസ്തുത കേസിൽ വിചാരണ നടത്തുവാനും പ്രതിക്ക് ജാമ്യം അനുവദിക്കുവാനുമുള്ള അധികാരമുണ്ട് എന്നാണ് സെക്ഷൻ 51 പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു പകുതി വരെ നിർത്തിയിട്ട് നമ്മൾ അതൊന്നും കൂടി റിവൈസ് ചെയ്തിട്ട് മാത്രമേ ലാസ്റ്റ് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ലാസ്റ്റ് അത് ആ പഠിച്ച കാര്യങ്ങൾ പിന്നെയും നമ്മൾ റിവൈസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുക. അടുത്ത സെക്ഷൻ 52. സെക്ഷൻ 52 പറയുന്നത് എന്താണ്? പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാര പരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷൻ 52. അപ്പോൾ ഒരു പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാര പരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ കഴിയില്ല എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 52. അതിൻ്റെ 52നെ തിരിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 ആവും. 25നെ നമുക്ക് 24 ഒന്ന് കുറച്ച് 24 മണിക്കൂർ 24 മണിക്കൂർ 25 മണിക്കൂർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കാം. 24 സെക്ഷൻ 52 പറയുന്നത്. 52നെ തിരിച്ചെഴുതിയാൽ 25 25 5 കുറച്ച് 4 24 മണിക്കൂർ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 52. സെക്ഷൻ 52 നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സെക്ഷൻ 53B ആണ്. പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏത് സെക്ഷനാണ്? സെക്ഷൻ 53B ആണ്. അപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 53 ക്ലോസ് B ആണ്. ഒന്നുകൂടി പറയാം. പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 53 ക്ലോസ് B ആണ്. ഈ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏതൊരു വാഹനമോ മറ്റ് യാത്രാമാധ്യമമോ കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വയ്ക്കാവുന്നതോ ആണ്. ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തെ മതിയായ ബോണ്ടിന്മേൽ ആ വാഹനത്തിൻ്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണത്തിന് തുല്യമായിട്ട് എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് വിട്ടയക്കാവുന്നതാണ്.
അപ്പോൾ സെക്ഷൻ 53B ആണ് പറഞ്ഞത് എന്താണ്, പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഒരു ഇതിൽ പറയുന്നത് എന്താണ്, ഈ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏതൊരു വാഹനമോ അല്ലെങ്കിൽ മറ്റു യാത്രാമാധ്യമമോ കസ്റ്റഡിയിലെടുക്കാവുന്നതോ തടഞ്ഞു വയ്ക്കാവുന്നതോ ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തെ മതിയായ ബോണ്ടിന്മേൽ എന്ത് ചെയ്യാം, ആ വാഹനത്തിൻ്റെ മാർക്കറ്റ് ആ ഒരു നിശ്ചിത വില കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ബോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് താൽക്കാലികമായിട്ട് അവയെ ഒരു വാഹനത്തെ വിട്ടയക്കാമെന്നാണ് പറയുന്നത്. സെക്ഷൻ 53B ആണ് പറഞ്ഞത് എന്താണ്, പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 53B എന്ന് പറയുന്നത്. അടുത്ത്, ആരെയാണ് അബ്കാരി ഓഫീസർ എന്ന് അറിയപ്പെടുന്നത്? ആരെയാണ്ടേ? പൊതുവായി എക്സൈസ് കമ്മീഷണറെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആരെയാണ് അബ്കാരി ഓഫീസർ എന്ന് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ആരെയാണ്. അത് നമ്മുടെ എക്സൈസ് കമ്മീഷണറെയാണ് അബ്കാരി ഓഫീസർ എന്ന് അറിയപ്പെടുന്നത്. സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുവാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും നമുക്ക് എന്തെന്ന് പറയാം, അബ്കാരി ഓഫീസർ എന്ന് പറയാം. അപ്പോൾ ആരാണ് അബ്കാരി ഓഫീസർ? പൊതുവായിട്ട് നോർമലി നമ്മൾ പറയുന്നത് എന്താണ്, എക്സൈസ് കമ്മീഷണറെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്നറിയപ്പെടുന്നത്. എന്നാൽ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുവാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും നമുക്ക് എന്തെന്ന് പറയാം, അബ്കാരി ഓഫീസർ എന്ന് പറയാം. അടുത്ത പോയിൻ്റാണ് ഓൾ ആസ്പെക്ട്സ്. അടുത്തൊരു സം ഹെഡിങ് ആണ്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ. മദ്യത്തിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ ഇവ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. കാരണം നമുക്ക് പഠിച്ചു പോകണം, നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അടുത്ത ഒരു ഇതിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യം നമുക്കൊന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അപ്പോൾ നമ്മൾ അബ്കാരി ആക്ട് 1077 പറഞ്ഞത്. അബ്കാരി ആക്ട് പാസ്സാക്കിയത് 1902 ഓഗസ്റ്റ് 5 ഇതിനെ നമ്മുടെ അബ്കാരി ആക്ട് 1077 എന്ന് പറയുന്നത് എന്താണ്, കൊല്ലവർഷം 1077 പാസ്സായത് കൊണ്ടാണ്. അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് 1967 ജൂലൈ 29. അബ്കാരി ആക്ടിലെ സെക്ഷനുകൾ, എത്ര സെക്ഷനുകളുണ്ട്? 72 സെക്ഷനുകൾ ഉണ്ട്. സെക്ഷൻ 50 പറയുന്നത് എന്താണ്, അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ചാണ് സെക്ഷൻ 50 പറയുന്നത്. സെക്ഷൻ 50 ക്ലോസ് എ പറയുന്നത് എന്താണ്, ഒരു റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 50A പറയുന്നത്. സെക്ഷൻ 51 പറയുന്നത് എന്താണ്, മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധി. സെക്ഷൻ 51. സെക്ഷൻ 52 പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു 52ന് 24 ആക്കണം. എന്താണ്, 24 മണിക്കൂറിൽ കൂടുതൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 52. അടുത്ത സെക്ഷൻ 53B ആണ് പറഞ്ഞത് എന്താണ്, പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 53 ക്ലോസ് ബി എന്ന് പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ആരാണ് അബ്കാരി ഓഫീസർ? നോർമലി നമ്മൾ എക്സൈസ് കമ്മീഷണറെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുവാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും നമ്മൾ ആരെന്ന് പറയാം, അബ്കാരി ഓഫീസർ എന്ന് പറയാമെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ അടുത്ത നോക്കേണ്ട ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു, മദ്യത്തിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. നമുക്ക് പതുക്കെ പോയാൽ മതി. കാരണം നമുക്ക് പഠിക്കണം, പഠിച്ചിട്ട് പോയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു പോയിൻ്റ് വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.